നമ്മൾ ഒരുപാട് ഡെലിവറി കേരളത്തിൻ്റെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള ഒത്തിരി ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളും നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഡെലിവറി എടുക്കാൻ പോകുന്നത് അങ്ങ് ലക്ഷദ്വീപിലേക്ക് അല്ലേ. വെൽക്കം ടു കേരള. നമ്മുടെ ലക്ഷദ്വീപ്. അതെ, ലക്ഷദ്വീപ് എങ്ങനെ അഗത്തി. ഓക്കെ. അപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് കുറേ ദിവസം ഇദ്ദേഹം നമ്മളെ വാഹനങ്ങളൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പേര്? ബദറുദ്ദീൻ. ഇത് ഉപ്പാന്റെ പേര് അബ്ദുസമദ് കോയ. എങ്ങനെ നിങ്ങൾ പിന്നെ ലക്ഷദ്വീപ് നിങ്ങൾക്ക് എത്തിയത്? ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ്. ഓക്കെ. ഇപ്പൊ ഇന്നലെ ലക്ഷദ്വീപിൽ നിന്ന് പോകുന്നത്? ഇന്നലെ പോകുന്നു. ഓക്കെ. ഇന്നലെ ഷിപ്പ് യാത്ര, ട്രെയിൻ യാത്ര, അത് കഴിഞ്ഞ് ബസ് യാത്ര എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. എല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഇവിടെ എത്തിയത്. അപ്പോൾ അതേ ഒരു വാഹനം നോക്കി സെർച്ച് ചെയ്തു, എല്ലാം സെറ്റാക്കി ഡെലിവറി പോയിന്റിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനി നേരെ ഇന്ന് ലക്ഷദ്വീപിലേക്ക് തന്നെ പോവോ? ഇല്ല, ബ്രദറിന്റെ വീട്ടിലൊക്കെ ഇവിടെ മലപ്പുറത്ത് വീടുണ്ട്, അവിടെ നിൽക്കും. ഓക്കെ. അപ്പോൾ പലർക്കും സംശയമുണ്ട് എങ്ങനെ ലക്ഷദ്വീപിലേക്ക് വാഹനം കൊണ്ടുപോകുക, അവിടെ കേരള വാഹനങ്ങൾ അവിടെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് വാഹനം കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ NOC ഇവിടുന്ന് NOC ക്ലിയറൻസ് എടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് അവിടത്തേക്ക് ലക്ഷദ്വീപിലെ നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. LD അല്ല നമ്പർ വരിക, LD എന്നുള്ള നമ്പറിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഓൾറെഡി അതിന് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദ്യം ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എനിവേ ലക്ഷദ്വീപിൽ നിന്ന് ഇത്രയും ലോങ് ഇങ്ങോട്ട് വന്ന് ഇത്രയും ട്രിപ്പും പിന്നെ അതേപോലെ ബസ്സും ട്രെയിനും ഓട്ടോറിക്ഷയും എല്ലാം താണ്ടി നമ്മുടെ അടുത്ത് വാഹനം വാങ്ങാൻ വന്ന് നമ്മൾ കണ്ടിന്യൂസ് ഏകദേശം 1.5 വർഷത്തോളം നമ്മൾ വീഡിയോസ് കാണുന്നു അല്ലേ. ഒരുപാട് കാലമായിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നു. അങ്ങ് ലക്ഷദ്വീപിൽ നമുക്ക് ഫാൻസ് ഉണ്ട്. നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ലക്ഷദ്വീപിക്ക് നമ്മൾ ഒരുപാട് വാഹനങ്ങൾ ഓടി മുമ്പ് ഒരു വാഹനം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു കൂട്ടായ്മ അവിടെ ഉള്ളതിന് വളരെയധികം സന്തോഷം. ലക്ഷദ്വീപിന് നമ്മുടെ വീഡിയോസ് ആൾക്കാർ വരാൻ കിടക്കുന്നുണ്ട്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവരുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ ഈ വീഡിയോ ശേഷം ലക്ഷദ്വീപിലുള്ള ആളുകൾ കാണുന്നുണ്ടാവും. അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. എനിവേ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, എന്തായാലും വരണം. എന്ത് സപ്പോർട്ടിനും വരണം. അപ്പോൾ എല്ലാ സപ്പോർട്ടും തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഹാപ്പി ജേർണി. ഷാറാവട്ടെ. നമ്മൾ എടുക്കുന്ന വാഹനങ്ങൾ എത്ര ചെറുതാണോ വലുതാണോ എന്നല്ല, നമ്മൾ ഓരോ വാഹനം എടുക്കുമ്പോഴും ഓരോ കസ്റ്റമർ എടുത്തു കൊണ്ടുപോകുമ്പോഴും അവരുടെ ഓരോ സ്വപ്നങ്ങളാണ് ഓരോ നിമിഷം പോകണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ആ ഒരു വാഹനം എടുക്കാൻ വേണ്ടി ചിലപ്പോൾ കാലങ്ങളായിട്ട്, ചിലപ്പോൾ മാസങ്ങളായിട്ട്, ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഓരോ രൂപയും ഒരു സ്വരുക്കൂട്ടി വെച്ചിട്ടായിരിക്കും ഓരോ വാഹനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് സാധിക്കുന്നതിൽ, എനിക്ക് സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ ഒരുപാട് ദൂര സ്ഥലങ്ങൾ ഇപ്പോൾ പുള്ളി ലക്ഷദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് ട്രെയിനും ബസ്സും കപ്പലും എല്ലാം കയറി ഓട്ടോയും എല്ലാം കയറിയിട്ടാണ് ഇത്രയും പിന്നെ ദൂരത്തേക്ക് ഒരു വാഹനം എടുക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ലോങ് ഇവിടെ എത്തിയത്. ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നിന്ന് ഒരുപാട് ദൂരമുള്ള ഈവൻ തമിഴ്നാട് പോലത്തെ അതർ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഒരുപാട് പേര്, കർണാടക പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പേര് നമ്മളെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു.